നമസ്കാരം. ഞാൻ സാബു വെള്ളാരപ്പള്ളി. ഇത്തവണ വന്നിട്ടുള്ളത് മലേഷ്യയിലെ ലങ്കാവി എന്ന ദ്വീപിലേക്കുള്ളൊരു യാത്രാ വിവരണവുമായിട്ടാണ്. എൻ്റെ കൂടെ എൻ്റെ മകൻ മിഷാൽ, ഭാര്യ ഹസീന, ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മാനേജിംഗ് പാർട്ട്ണറായ പരീദ്, ഭാര്യ ആശ, മകൾ സാറ, മറ്റൊരു പാർട്ട്ണറായ അബൂബക്കർ, ഭാര്യ നസ്ലിൻ തുടങ്ങിയവരെല്ലാവരുമുണ്ട്. മലേഷ്യൻ എയർലൈൻസിലാണ് ഇത്തവണ ഞങ്ങളുടെ യാത്ര. അവസാന നിമിഷം ഗേറ്റ് 3 നിന്ന് 4 ഫ്ലൈറ്റ് മാറ്റിയെങ്കിലും സമയത്ത് തന്നെ പുറപ്പെട്ടു. മഴയുള്ള ഒരന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഈ യാത്ര എയർ ടർബുലൻസിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ചുകൊണ്ടുള്ളൊരു യാത്രയായിരിക്കുമെന്ന് ഉറപ്പാണ്. എന്തായാലും ലങ്കാവിയിലെ വായിച്ച് മനസ്സിലാക്കിയ വീഡിയോകളിലൂടെ കണ്ട കാഴ്ചകൾ നേരിട്ട് കാണാനുള്ള ആവേശം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. കൊലാലംപൂർ വഴിയാണ് ഞങ്ങളുടെ യാത്ര. കൊലാലംപൂരിലെ ആകാശക്കാഴ്ച അതിമനോഹരമാണ്. വിമാനം കൊലാലംപൂർ എയർപോർട്ടിലേക്ക് അടുത്തുകൊണ്ടേയിരുന്നു. നേരം വെളുത്തിരിക്കുന്നു. 2.5 മണിക്കൂർ സമയ വ്യത്യാസമുണ്ട് കൊലാലംപൂരും ഇന്ത്യയും തമ്മിൽ, അഥവാ മലേഷ്യയും ഇന്ത്യയും തമ്മിൽ. കൊലാലംപൂർ എയർപോർട്ടിൽ ഇൻ്റർനാഷണലിൽ നിന്ന് ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക്, ടെർമിനലിലേക്ക് ബസ്സിലാണ് യാത്ര. എയർപോർട്ടിനുള്ളിൽ തന്നെ മരങ്ങളൊക്കെ വച്ച് പിടിപ്പിച്ച് ഹരിതാഭമാക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു എയർപോർട്ടാണ് കൊലാലംപൂർ എയർപോർട്ട്. അവിടെ നിന്ന് 4 മണിക്കൂറിന് ശേഷം മറ്റൊരു മലേഷ്യൻ എയർലൈൻസിൽ ലങ്കാവിയിലേക്ക് പറന്നുയർന്നു. ഒന്നര മണിക്കൂറോളം സമയമെടുക്കും ലങ്കാവിയിലെത്തുവാൻ. സമുദ്രത്തിന് മുകളിലൂടെയുള്ള യാത്രയാണ്. ലങ്കാവി എന്നാൽ ഒരു ദ്വീപ്, ചെറിയൊരു ദ്വീപാണ്. ചെറിയ ഒരുപാട് ഐലൻഡുകൾ താഴെ കാണാൻ സാധിക്കും. കടലിന് മുകളിലൂടെ പറന്ന് കടൽ തീരത്ത് തന്നെയുള്ള എയർവേയിലേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ചെറിയ ഒരു എയർപോർട്ടാണ് ലങ്കാവി എയർപോർട്ട് എന്ന് പറഞ്ഞാൽ. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിൽ നിന്ന് ലങ്കാവിയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് കൊലാലംപൂർ വഴി ഉള്ള യാത്ര ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടി വന്നത്. ഇത് ഫൗസിയ, ഞങ്ങളുടെ ഇവിടുത്തെ അടുത്ത 2 ദിവസങ്ങളിലെ ഡ്രൈവർ, ഇന്നുൾപ്പെടെ 3 ദിവസങ്ങളിലെ ഡ്രൈവർ ഇവരാണ്. വളരെ എക്സ്പേർട്ടായ ഒരു ഡ്രൈവറാണ് ഫൗസിയ. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ഉടനെ തന്നെ ഞങ്ങൾ ഒന്ന് ഫ്രഷായി പുറത്തേക്കിറങ്ങി. ഈഗിൾ സ്ക്വയറിലേക്കാണ് ഞങ്ങളുടെ ആദ്യത്തെ യാത്ര. ഈ കാണുന്നതാണ് ഈഗിൾ സ്ക്വയർ പരിസരം. ചെറിയ ആമ്പൽ പൂക്കൾ ഉള്ള കുളങ്ങളുണ്ട്. മനോഹരമായ ഒരു പാലം, അതിന് മുകളിലൂടെ ചില കെട്ടിടങ്ങൾ കാണാനുണ്ട്. അങ്ങ് ദൂരെ മഞ്ഞണിഞ്ഞ മലകൾ കാണാൻ സാധിക്കും. മനോഹരമായ കാഴ്ച.
ലങ്കാവിയുടെ ഒരു ലാൻഡ്മാർക്കാണ് ഈ ഈഗിൾ സ്ക്വയർ. ലങ്കാവി എന്നുള്ള പേര് വന്നിട്ടുള്ളത് തന്നെ മലായ് ഭാഷയിലുള്ള ലാങ്, കാവി എന്നീ രണ്ട് വാക്കുകൾ ചേർന്നാണ്. ലാങ് എന്ന് പറഞ്ഞാൽ കഴുകൻ, കാവി എന്ന് പറഞ്ഞാൽ ഇഷ്ടിക വർണ്ണമുള്ള നിറത്തിലുള്ള കല്ല്. ബ്രാഹ്മണി കൈറ്റ് എന്ന് പറഞ്ഞ പേരിൽ ഇഷ്ടിക വർണ്ണമുള്ള റെഡിഷ് ബ്രൗൺ കളറിലുള്ള കഴുകൻ. അതാണ് ലങ്കാവിയുടെ ഒരു ചിഹ്നമായിക്കൊണ്ട്, ലാൻഡ്മാർക്കായിക്കൊണ്ട് അവിടെ ധാരാളമായി കാണുന്നൊരു കഴുകൻ ആണത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് ഫോട്ടോഷൂട്ടിനായി ഇവിടെ എത്താറുണ്ട്. ലങ്കാവിയിലെ ഏറ്റവും പോപ്പുലർ ബീച്ചായ പാൻറ്റേയ് സിനാങ് ലക്ഷ്യമാക്കിയാണ് ഇനി ഞങ്ങളുടെ യാത്ര. ഏതാണ്ട് 500-ൽ താഴെ കിലോമീറ്റർ സ്ക്വയർ വിസ്തീർണമുള്ള ഒരു ദ്വീപ് ആണ് ലങ്കാവി എന്ന് പറഞ്ഞാൽ. അതായത് 25 കിലോമീറ്ററാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ദൂരം യാത്ര ചെയ്യാൻ സാധിക്കുക. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണെങ്കിലും തെക്ക് നിന്ന് വടക്കോട്ടാണെങ്കിലും 25 കിലോമീറ്റർ താഴെയാണ് നമുക്ക് അതിൻ്റെ ദൂരപരിധി ഉള്ളത്. 1,00,000-ൽ താഴെയാണ് ലങ്കാവിയിലെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ. പാൻറ്റേയ് സിനാങ് ബീച്ച് വാട്ടർ സ്പോർട്സ്, മറ്റ് അഡ്വഞ്ചർ സ്പോർട്സ് ഇതിനെല്ലാം വളരെ ഫേമസ് ആണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇതിനായി ഇവിടെ എത്തുന്നുണ്ട്. ദൗർഭാഗ്യവശാൽ ഞങ്ങൾ അതിന് തയ്യാറായിക്കൊണ്ടല്ല ഇവിടേക്ക് എത്തിയത്. നമ്മുടെ ഉത്സവങ്ങളിൽ കാണുന്ന പല വിദ്യകൾ, ഫയർ ഡാൻസ്, ഫയർ ഷോ, ഇങ്ങനെ പലതും ഇവിടെ നടക്കുന്നുണ്ട്. സ്പീഡ് ബോട്ടിൽ ആർപ്പുല്ലസിക്കുന്നവർ, അതുപോലെ ബീച്ച് വോളിബോൾ കളിക്കുന്ന ആളുകൾ, കാറ്റുകൊണ്ട് സൂര്യാസ്തമയം കാണാനായി എത്തിയ ആളുകൾ, ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സ്ഥലമാണ് ഈ ബീച്ച്. ആകാശത്ത് പറവ് പോലെ പറന്നു നടക്കുന്നു ചില ടൂറിസ്റ്റുകൾ. വോളിബോൾ കളിച്ച് സമയം കളയുന്നു മറ്റു ചിലർ. യഥാർത്ഥത്തിൽ ഇവിടെ എല്ലാ ആളുകളും ഇനി കാത്തിരിക്കുന്നത് സൂര്യാസ്തമയം കാണാനാണ്. എന്നാൽ മേഘപാളികൾക്കിടയിൽ ഒളിച്ചിരിക്കുകയാണ് സൂര്യൻ. ഇന്നത്തെ സൂര്യാസ്തമയം കാണുക ദുഷ്കരം തന്നെ. പറഞ്ഞു കേട്ടിടത്തോളം ഈ ബീച്ചിലെ സൂര്യാസ്തമയം അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. എന്തായാലും ഇന്ന് അത് കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കില്ല. രണ്ടാമത്തെ ദിനം ഡി ബാരോൺ റിസോർട്ടിലെ ചില പുലർകാല കാഴ്ചകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 3 സ്റ്റാർ ഹോട്ടലാണ്, എന്നാൽ ഒരു 5 സ്റ്റാറിൻ്റെ ഫെസിലിറ്റീസ് ഉള്ള റിസോർട്ടാണ് ഡി ബാരോൺ റിസോർട്ട്. പേരറിയാത്ത ഏതോ ഒരു ജീവി കുറച്ചു നേരം അവിടേക്ക് നോക്കി നടന്നു. എങ്കിലും അത് ഏത് ജീവിയാണെന്ന് എഴുതി വയ്ക്കാത്തത് കൊണ്ട് പിടികിട്ടിയില്ല. സ്വിമ്മിംഗ് പൂൾ, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ലൈഡുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ് ഡി ബാരോൺ റിസോർട്ടിലെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മനോഹരമായ സ്വിമ്മിംഗ് പൂൾ, കടൽ തീരത്താണ് ഡി ബാരോൺ റിസോർട്ട് എന്നുള്ളത് അതിൻ്റെ മനോഹാരിത ഏറ്റുന്നുണ്ട്. ആളുകൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തി തുടങ്ങി. ഏഴ് മണി മുതലാണ് സ്വിമ്മിംഗ് പൂൾ തുറക്കുക. ഞങ്ങൾ പുറത്തേക്ക് പോകാനുള്ളത് കൊണ്ട് കുളി
വേണ്ട എന്ന് ആണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ ഈഗിൾ സ്ക്വയറിൽ നിന്ന് നോക്കിയപ്പോൾ ദൂരെ നല്ല മനോഹരമായ ഒരു ബീച്ച് കണ്ടിരുന്നു. യഥാർത്ഥത്തിൽ ആ ബീച്ച് ഡി ബാരോൺ റിസോർട്ടിന് സമീപമുള്ള ബീച്ച് തന്നെയാണ് എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ബീച്ച് സൈഡിലിരുന്ന് എല്ലാം ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഹണിമൂൺ കോട്ടേജ് പോലെയുള്ള ചില കോട്ടേജുകൾ കടലിനോട് ചേർന്ന് കാണാൻ സാധിക്കും. കുട്ടികൾ കളിക്കാനുള്ള ഊഞ്ഞാലുകൾ, ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ ഈഗിൾ സ്ക്വയർ കാണാൻ സാധിക്കും. കടലിൽ ബോട്ടുകൾ അങ്ങിങ്ങ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അധികം ഓളങ്ങളില്ലാത്ത കടലാണ് ആൻഡമാൻ സീ. ഒരു ലൈറ്റ് ഹൗസ് ഇവിടെയുണ്ട്. രാത്രിയിൽ ഇതിൻ്റെ നിറം മാറിക്കൊണ്ടിരിക്കുന്നത് മനോഹരമായൊരു കാഴ്ചയാണ്. ഒരാൾ തൻ്റെ ജീവിത യോധന മാർഗമായ മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെയാണ് അയാളുടെ വലയിൽ മീനുകൾ കുടുങ്ങുന്നത് എന്നുള്ളത് ആശ്ചര്യകരമായി തന്നെ തോന്നി. ബോട്ടിൻ്റെ ഷേപ്പിലുള്ള ഒരു കെട്ടിടം തീരത്തായിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇന്നലെ പോയ ഈഗിൾ സ്ക്വയർ, അതിൻ്റെ ദൂരക്കാഴ്ച. ഇന്നത്തെ യാത്ര ഓറിയൻ്റൽ വില്ലേജിലേക്കാണ്. ഇന്ന് തിരക്കുള്ളൊരു ദിവസമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഒരു അരമണിക്കൂറോളം ദൂരം ഓടിയെത്താനുണ്ട്. ഫൗസിയ രാവിലെ തന്നെ കൃത്യസമയത്ത് കാറുമായി എത്തി. ഇവരുടെ ഡ്രൈവിംഗ് എടുത്തു പറയേണ്ട ഒരു സ്കില്ല് തന്നെയാണ്. അത്യാവശ്യം സ്പീഡിൽ വളരെ സ്മൂത്തായിട്ടുള്ള ഡ്രൈവിംഗാണ് അവർ ചെയ്യുന്നത്. 20 വർഷമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവർക്കത് നന്നായി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സ്കൈ ക്യാബാണ് ഇന്നത്തെ ആദ്യത്തെ എൻജോയ്മെൻറ്റ്. വളരെ വളരെ ഉയരത്തിലേക്കുള്ള ഒരു യാത്രയാണിത്. താഴെ വെള്ളച്ചാട്ടങ്ങളുടെ ഭംഗി നുകർന്നുകൊണ്ട് തിങ്ങി നിറഞ്ഞ കാടുകളും മലകളും കണ്ടുകൊണ്ടുള്ള യാത്ര അതിമനോഹരം തന്നെയാണ്. അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഈ കേബിൾ കാർ അഥവാ സ്കൈ ക്യാബിൻ്റെ കേബിള്, അതിൻ്റെ പോസ്റ്റുകൾ തമ്മിലുള്ള ദൂരമാണ്. ഏറ്റവും മുകളിൽ ഒരു പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഒരു നടുവിലാക്കിയാണ് രണ്ടാമത്തെ പോസ്റ്റ് കാണുന്നത്. ഇത്രയും ദൂരത്തിൽ ഇത് ഇങ്ങനെ നിലനിൽക്കുന്നു എന്ന് അത്ഭുതം തോന്നിപ്പോകും. ദൂരെ കടലിൻ്റെ കാഴ്ചകൾ കാണാം. സ്കൈ ബ്രിഡ്ജിൻ്റെ ദൂരക്കാഴ്ചയാണ്. കുറച്ച് കഴിയുമ്പോൾ അവിടെ വരെ നമ്മൾ പോകും അടുത്ത സ്റ്റെപ്പിൽ. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ചെറിയ ഭയമൊക്കെ തോന്നുന്നുണ്ട്. നല്ല കട്ടിയുള്ള ഗ്ലാസ്സാണ്. അവർ തന്ന ഒരു പ്രത്യേക ഷൂസൊക്കെ ഇട്ടുകൊണ്ടാണ് അതിൽ നടക്കുന്നത്. തെന്നാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. എങ്കിലും ഗ്ലാസിൻ്റെ താഴെ ഫ്രെയിം വർക്ക് ഉള്ളത് കൊണ്ട് ചെറിയൊരു ധൈര്യം കിട്ടും. ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു സ്കൈ ക്യാബിൽ കയറി. ഫോട്ടോഷൂട്ട് കുട്ടികൾക്ക് ഹരമായി മാറി ചില സംഗതികളാണ്. ഇനി അടുത്ത ലെവലിലേക്കുള്ള പോക്കാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ചെറിയ വാഹനത്തിൽ കയറി സ്കൈ ബ്രിഡ്ജ് വരെ പോകണം. സ്കൈ ബ്രിഡ്ജ് അങ്ങ് ദൂരെ കാണാം. യാത്രയിൽ തന്നെ ദൂരെ നിന്ന് നോക്കിയാൽ സ്കൈ ബ്രിഡ്ജിൻ്റെ മനോഹാരിത ദൃശ്യമാണ്.
ഒരുപാട് ആളുകൾ ഇന്ന് സ്കൈ ബ്രിഡ്ജിൽ എത്തിയിട്ടുണ്ട്. സ്കൈ ക്യാബിൽ നിന്നിറങ്ങി പതുക്കെ ഈ റെയിലിലൂടെ ഒറ്റ ക്യാബിനുള്ള ഒരു വാഹനമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തനെയുള്ള ഇറക്കമാണെങ്കിലും പ്ലാറ്റ്ഫോം എപ്പോഴും ഹൊറിസോണ്ടലായിട്ടിരിക്കുന്ന രീതിയിലാണ് രൂപീകരിച്ചിട്ടുള്ളത്. സ്കൈ ബ്രിഡ്ജിൽ നിന്ന് ഇനി മുകളിലേക്ക് കയറാനുള്ള ചില നാച്ചുറൽ വാക്ക് സംഗതികളുണ്ട്. എന്തായാലും ഇന്നത്തെ സമയം ഞങ്ങളെ അതിന് അനുവദിക്കുന്നില്ല. താഴെ നിന്നാണ് അതിൻ്റെ സപ്പോർട്ട് വന്നിട്ടുള്ളത്. തൂക്കിയിട്ട രീതിയിലാണ് സ്കൈ ബ്രിഡ്ജ് ഉള്ളത്. 650 മീറ്റർ സമുദ്രനിരപ്പിന് ഉയരത്തിലാണ് ഇത് നിൽക്കുന്നത് എന്നവിടെ എഴുതി വച്ചിരിക്കുന്നത് കാണാം. കോടമഞ്ഞ് ഇറങ്ങിയപ്പോൾ പ്രകൃതിയുടെ മനോഹാരിത വർദ്ധിച്ചു. ഇവിടെ നോക്കിയാലും മരങ്ങൾ നിറഞ്ഞ സ്ഥലമാണ്. സ്കൈ ബ്രിഡ്ജിലേക്ക് കോടമഞ്ഞ് അരിച്ച് കയറിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചു പോകാൻ നേരമായി. ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ക്യാബിൻ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കിയാൽ കാണാൻ സാധിക്കും അതിൻ്റെ ബേസ് എപ്പോഴും ഹൊറിസോണ്ടലായിട്ടാണ് നിൽക്കുക. അതുകൊണ്ട് തന്നെ ഉള്ളിലിരിക്കുന്ന ആളുകൾക്ക് കുത്തനെയുള്ള ഇറക്കമാണ് ഇറങ്ങുന്നതെന്നൊരു ഫീൽ ഉണ്ടാവുകയില്ല. 10-12 ആളുകളെ ആണ് ഓരോ ട്രിപ്പിൽ കയറ്റിക്കൊണ്ടു പോവുക. അല്ലാത്തവർക്ക് നടന്നു കയറാനുള്ള സംവിധാനമുണ്ട്. ഈ കാണുന്ന സ്റ്റെപ്പല്ല ഇത്, അതിൻ്റെ റിപ്പയറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സൈഡിൽ പണിത് വെച്ചിട്ടുള്ള സ്റ്റെപ്പാണ്. അങ്ങ് വലതുവശത്ത് കാണുന്ന സ്റ്റെപ്പിലൂടെ നടന്നും കയറി വരാം. മഞ്ഞിലൂടെ ഊളിയിട്ട് വരുന്ന സ്കൈ ക്യാബുകൾ. എല്ലായിടത്തും മഞ്ഞ് മൂടിയിരിക്കുന്നു. മഴക്കാലമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ. എന്നാൽ ഭാഗ്യവശാൽ ഇന്നത്തെ ദിവസം മഴ ഇല്ല. പക്ഷേ മേഘാവൃതമാണ്, മഞ്ഞും മൂടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ പോസ്റ്റുകൾ തമ്മിൽ വളരെയധികം ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുത്തനെയുള്ള ഇറക്കം. ത്രീ ആർട്സ് മ്യൂസിയത്തിൽ ഒരുപാട് ഫോട്ടോഷൂട്ടിനുള്ള സ്ഥലങ്ങളുണ്ട്. ആളുകൾ മാറി മാറി ഓരോ ഭാഗത്ത് നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. യഥാർത്ഥത്തിൽ നല്ല 3D എഫക്റ്റാണ് ഫോട്ടോകൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ മ്യൂസിയവും 3D ആർട്സ് മ്യൂസിയവും കഴിഞ്ഞ് ഞങ്ങൾ അവസാന പോയിൻ്റായ സ്കൈ ഡോമിലേക്കെത്തി. സ്കൈ ഡോമിൽ നിന്നിറങ്ങി അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. ഇനി പോകുന്നത് ബോട്ടിങ്ങിനാണ്. 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ അങ്ങനെ പല പാക്കേജുകളുണ്ട്. ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് 2 മണിക്കൂർ പാക്കേജാണ്. കാരണം സമയം അതിനാണ് അനുവദിക്കുന്നുള്ളൂ. ഒരുപാട് ബോട്ടുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇന്ന് ടൂറിസ്റ്റുകളുടെ വരവ് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. അങ്ങ് അകലെ കാണുന്ന മലയാണ് ഗൊറില്ല മൗണ്ടൻ. അതിൻ്റെ ഷേപ്പ് കൊണ്ടുള്ള വന്ന പേരാണത്. കണ്ടൽ കാടുകൾക്കിടയിലൂടെയുള്ള ഈ ബോട്ടിങ് നല്ല രസമുള്ളൊരു പരിപാടിയാണ്. ഇരുഭാഗത്തും ഒരുപാട് മരങ്ങൾ
തിങ്ങി വളർന്ന് നിൽക്കുന്ന കാഴ്ച. ഇത് ഈഗിൾ വാച്ചിങ് സ്റ്റേഷനാണ്. ഇവിടെ ആളുകൾ തീറ്റ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ആവാം ഒരുപാട് കഴുകന്മാർ നമുക്ക് ചുറ്റും പറക്കും. ഇത് ഒരു അട്രാക്ഷൻ ആണ് ഈ ബോട്ടിങ്ങിൻ്റെ. സൈഡിൽ കാണുന്ന മരങ്ങളിലുമൊക്കെ ഒരുപാട് കഴുകന്മാരുണ്ട്. ഇനി നമ്മൾ കയറുന്നത് മങ്കി റിവറിലേക്കാണ്. വേലിയിറക്ക സമയമായതിനാൽ വെള്ളം കുറച്ച് ഇറങ്ങിയിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. വളരെ കുറച്ച് മങ്കികളെ മാത്രമേ, കുരങ്ങന്മാരെ മാത്രമേ ഞങ്ങൾ കാണാൻ സാധിച്ചുള്ളൂ. യഥാർത്ഥത്തിൽ കുറേ അധികം കാണേണ്ടതായിരുന്നു. ഇനിയൊരു ഗുഹയ്ക്കുള്ളിലേക്കാണ് കയറി പോവുകയാണ് ചെയ്യുന്നത്. രസകരമായ ഒരു ഗുഹയാണത്. ക്രൊക്കഡൈൽ കേവ് എന്നാണ് അതിൻ്റെ പേര്. എന്നാൽ ചീങ്കണ്ണികളൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ പേര് അങ്ങനെയാണ്. അതിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ്. വേലി ഏറ്റത്തിൻ്റെ സമയമാണെങ്കിൽ തല മുകളിലെ പാറയിലിടിക്കും എന്നുള്ളതുകൊണ്ട് ഇതിലെ ബോട്ടിംഗ് അനുവദിക്കുകയില്ല. ഇത് ഫിഷ് ഫാമാണ്. ഇങ്ങനെ 1-2 ഫിഷ് ഫാം നാം പോകുന്ന വഴിയിലുണ്ട്. വിവിധ തരത്തിലുള്ള മത്സ്യങ്ങൾ അവിടെ കാണാൻ. അതോടൊപ്പം തന്നെ ഒരു കഫറ്റേറിയ, വിവിധ മലേഷ്യൻ വിഭവങ്ങൾ ലഭിക്കുന്ന കഫറ്റേറിയ ഒപ്പം തന്നെയുണ്ട്. ഫിഷ് ഫാമിലെ കുട്ടികൾ അത് നോക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ അതിൻ്റെ പേരും സ്വഭാവവും എല്ലാം പറഞ്ഞു തരും. ലോബ്സ്റ്ററുകൾ ഒക്കെ അവിടെയുണ്ട്. അവിടെ ചായ കുടിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര പുറപ്പെട്ട ഒരു ബോട്ട് അവിടെ മുങ്ങിക്കിടക്കുന്നത് കാണാം. അതിൻ്റെ ഓണർ മരിച്ചുപോയി എന്നാണ് ഞങ്ങളുടെ ബോട്ട് ഡ്രൈവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. മറ്റൊരു ഫിഷ് ഫാമാണ് ഈ കാണുന്നത്. അടുത്ത ലക്ഷ്യമാക്കി ഞങ്ങൾ നീങ്ങുമ്പോൾ സൈഡിൽ കാണുന്നതാണ് ബോട്ട് ജെട്ടി. ഒരുപാട് ബോട്ടുകൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്നു. ഗവൺമെൻറ്റിൽ നിന്ന് റെൻറ്റിന് എടുത്തുകൊണ്ട് വ്യക്തികൾ ഉപയോഗിക്കുകയാണ് ചെയ്യുക എന്നാണ് ബോട്ട് ഡ്രൈവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി ഞങ്ങൾ പോകുന്നത് ബാറ്റ് കേവിലേക്കാണ്. ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ബാറ്റ് കേവ്. നേരെ കാണുന്ന സ്റ്റേഷനാണ് ബാറ്റ് കേവിൻ്റെ എൻട്രൻസ്. കുരങ്ങന്മാരുടെ ശല്യമുണ്ട് എന്ന് എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ കുരങ്ങന്മാരെയൊന്നും കണ്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ കാണുന്നത് ഇറങ്ങി വരുന്ന വഴിയാണ്. വലതുവശത്തെ വഴിയിലൂടെയാണ് കയറി പോകേണ്ടത്. കുറച്ച് നടന്ന് ബാറ്റ് കേവിൻ്റെ പ്രത്യേകത അവിടെ വെളിച്ചം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വാവലുകൾ പറക്കുന്നത് കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇഷ്ടംപോലെ വാവലുകൾ തൂക്കിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ബാറ്റ് കേവ്. അതിലൂടെ കടന്ന് മറുഭാഗത്തൂടെ പുറത്തിറങ്ങാം. ബാറ്റ് കേവിൻ്റെ എക്സിറ്റാണ് ഈ കാണുന്നത്. ഇതിലൂടെയാണ് ഞങ്ങൾ പുറത്തേക്ക് വന്നത്. ഇവിടെയും ഒരുപാട് ചെടികൾ. ഒരു ചെറിയൊരു കേവ് കൂടിയുണ്ട്. അവിടെ കാര്യമായി വാവലുകളെ കണ്ടില്ല. അതിലൂടെ ഞങ്ങൾ തിരിച്ച് പുറത്തേക്ക് കടന്നു പോവുകയാണ്. അങ്ങനെ പോയപ്പോഴാണ് മനോഹരമായ ഒരു ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടത്. മുകളിലേക്ക് കയറാത്തത് ഏതായാലും നന്നായി. ബോട്ടിംഗ് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നു. ഇനി കടലിലേക്ക് ഇറങ്ങി ഓപ്പൺ സീയിലുള്ള ബോട്ടിങ്ങാണ്. കടലിലേക്കുള്ള ഒരു എൻട്രൻസാണ് ഇവിടെ കാണുന്നത്. ഉയർന്നു നിൽക്കുന്ന ചെറിയ പാറക്കെട്ടുകൾ. അതിലൊന്നിൽ ഈ ഭാഗത്തെ ക്ലിം ജിയോ ഫോറസ്റ്റ് പാർക്ക്
എന്നെഴുതി വച്ചിരിക്കുന്നത് കാണുന്നു. ഈ ഭാഗം മുഴുവൻ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇവിടെയൊന്നും തിരയില്ലെങ്കിലും കടലിലേക്ക് ഇറങ്ങിയാൽ നല്ല തിരയാണ്. എങ്കിലും കുറച്ച് കടലിലൂടെ ഓപ്പൺ സീയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ബോട്ട് ട്രിപ്പ്. പക്ഷേ അതിൻ്റെ കുലുക്കം കാരണം ഓപ്പൺ സീയിലെ ഭാഗങ്ങൾ ചിത്രീകരിക്കാൻ സാധിച്ചിട്ടില്ല. കുറച്ചു നേരം ബോട്ട് നിർത്തിയിട്ടു. ചുറ്റും വീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ കുറച്ചു നേരം കിടന്നു. ഷൂ റോക്ക് എന്ന് പറഞ്ഞ് ആ വലിയ മലയ്ക്ക് താഴെ കാണുന്ന ഒരു ക്യാൻവാസിൻ്റെ ഷേപ്പുള്ള പാറയ്ക്കാണ് ഷൂ റോക്ക് എന്ന് പറയുന്നത്. സന്ധ്യാസമയമായിരിക്കുന്നു. ഇപ്പോൾ തായ്ലൻഡിൻ്റെ വളരെ അടുത്താണ് ഞങ്ങളുള്ളത്. ബോട്ട് ഫുൾ സ്പീഡിൽ കടലിലേക്ക് ഇറങ്ങുകയാണ്. ഇനിയുള്ള കുറച്ച് ഭാഗം ചിത്രീകരിക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധിച്ചിട്ടില്ല. സന്ധ്യാസൂര്യൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ വെള്ളത്തിൽ തെളിഞ്ഞു കാണാം. ആൻഡമാൻ സീ ആണ് ഇത്. വളരെ അടുത്താണ് തായ്ലാൻഡ് ബോർഡർ. ഞങ്ങളുടെ എല്ലാം മൊബൈലിൽ തായ്ലാൻഡിൽ റോമിംഗ് ഫെസിലിറ്റി വേണോ എന്നുള്ള മെസ്സേജുകൾ വന്നു തുടങ്ങി. ചെറിയൊരു ബീച്ച് ഇവിടെയുണ്ട്. അങ്ങനെ ബോട്ടിംഗ് പൂർത്തീകരിച്ച് ഞങ്ങൾ അടുത്ത ലൊക്കേഷനായ നൈറ്റ് മാർക്കറ്റിലേക്ക് പുറപ്പെട്ടു. വ്യാഴാഴ്ചകളിൽ 5 മണി മുതൽ രാത്രി 10-11 മണി വരെയുള്ള സമയത്ത് വ്യാഴാഴ്ചകളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒന്നാണ് നൈറ്റ് മാർക്കറ്റ്. ഒരുപാട് ഫുഡ് കോർട്ടുകൾ, വൈവിധ്യങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങൾ, വസ്ത്രങ്ങൾ എല്ലാം ഇവിടെ ലഭ്യമാണ്. വലിയ വിലയൊന്നുമില്ല. നാട്ടുകാരായ കച്ചവടക്കാർ നടത്തുന്ന സംവിധാനമാണിത്. പൊരിച്ച മാംസ വിഭവങ്ങൾ, മത്സ്യവിഭവങ്ങൾ എല്ലാം ഇവിടെ ലഭിക്കും. ഒരു വൈഡ് റേഞ്ച് ഓഫ് ഫുഡാണ് ഇവിടെ ഉള്ളത്. പലതിൻ്റെയും പേരോ ഒന്നും മനസ്സിലാകുന്നില്ല. ഉപ്പിലിട്ട ചില പച്ചക്കറി പഴവർഗ്ഗങ്ങൾ, ചെറുകടികൾ, ഭക്ഷണപ്രിയർക്ക് പറ്റിയ സ്ഥലം തന്നെയാണ് നൈറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. ഞങ്ങളുടെ ലങ്കാവി ട്രിപ്പ് ഈ രാത്രിയോടുകൂടി പൂർത്തീകരിക്കുകയാണ്. ഇനി പോയി നല്ല ഉറക്കം, രാവിലെ എഴുന്നേറ്റ് പാക്കിംഗ്, അതിനുശേഷം ഷോപ്പിംഗ്, അങ്ങനെ ഉച്ചയോടുകൂടി എയർപോർട്ടിലേക്ക് എത്തേണ്ടതുണ്ട്. ഇന്നത്തേക്ക് ഗുഡ് നൈറ്റ്. ലങ്കാവിയിലെ 3-ാമത്തെ ദിനം ഞങ്ങൾ ഉച്ചയോട് കൂടിയിട്ട് എയർപോർട്ടിലെത്തി. ഇനി മലേഷ്യൻ എയർലൈൻസിൽ കൊലാലംപൂർ വഴി തിരിച്ച് നാട്ടിലേക്ക് സുഖകരമായ 3 ദിവസത്തെ ഓർമ്മകളുമായി വീട്ടിലേക്ക് മടക്കം. ഇനിയും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സാബു വെള്ളാരപ്പള്ളി.